തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളന വേദി നിർമ്മിച്ച CPIM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതി ലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചിയൂർ CAയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ഒരിക്കൽ കൂടി ചേർന്നു. ശ്രീകാന്ത്, ഈ പൊതുവഴി അടച്ചാണ് സമ്മേളനം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടലെന്ന് മാത്രമല്ല അതിരൂക്ഷ വിമർശനം കൂടി ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ പോലും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? ഈ വിഷയത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് CPIMനെതിരെ മാത്രമല്ല, നേരെ മറിച്ച് ഇത്തരത്തിൽ പൊതുവഴി അടച്ച് യാത്രാവകാശം നിഷേധിച്ച് പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള കോടതിയുടെ ശക്തമായ താക്കീത് കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. വഞ്ചിയൂരിൽ CPIMന്റെ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഈ പൊതുവഴി അടച്ചുള്ള സമ്മേളനം നടത്തിയത്. പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ പരിപാടിയെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി അതിരൂക്ഷ വിമർശനം നടത്തുകയുണ്ടായത്. ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണ് CPIM നടത്തിയിട്ടുള്ളത്, ഈ പരിപാടിയിലൂടെ നടത്തിയിട്ടുള്ളത് എന്ന് ഇന്ന് കോടതി പറയുകയുണ്ടായി. ഒപ്പം തന്നെ ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്, എന്തായിരുന്നു ആ പരിപാടി, ഒപ്പം ഇത് പോലീസ് സ്റ്റേഷൻ്റെയും അതോടൊപ്പം കോടതിയുടെയും തൊട്ടടുത്ത് തന്നെയല്ലേ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്നും കോടതി ഇന്ന് വിമർശിക്കുകയുണ്ടായി. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കും എന്നും ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കുന്നു. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും അലംഭാവം കാണിക്കുന്നതായും കോടതി ഉത്തരവുകളുടെ ഭാഗമായി വന്നിട്ടുള്ള സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ എന്നൊരു ചോദ്യവും കോടതിയിൽ നിന്നും ഇന്ന് വന്നിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നോട്ടീസ് പോയി. ഒപ്പം വഞ്ചിയൂർ SHO രേഖകളുമായി കോടതിയിൽ ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട്. കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ശ്രീകാന്ത്, അന്ന് ഇതിപ്പോൾ കേസായ സമയത്ത് തന്നെ അതിൽ എന്താണ് ഈ കക്ഷിയിൽ നിന്ന് വന്നിരിക്കുന്ന വിശദീകരണം? CPM എന്തെങ്കിലും വിശദീകരണം പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ കേസ് ഇന്നത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇത് CPMന് മാത്രമുള്ള ഒരു താക്കീതല്ല, മറ്റ് നേരത്തെ മുൻകാല ഉത്തരവുകളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് കോടതി പറയേണ്ടി വന്നത്, അല്ലേ? മറ്റ് രണ്ട് കേസുകൾ കൂടി കോടതി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, CPIMന്റെ തന്നെ പനമ്പള്ളി നഗറിൽ നടന്ന ഒരു പരിപാടിയെക്കുറിച്ച് കോടതി ഇന്ന് രൂക്ഷ വിമർശനം നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ ആ ഫുട്പാത്തിൽ കസേരയിട്ട് നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെതിരെയും ഇന്ന് കോടതിയിൽ നിന്നും വിമർശനമുണ്ടായി. ഈ വഞ്ചിയൂർ കേസിൽ വഞ്ചിയൂർ SHO ഈ വരുന്ന വ്യാഴാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞിട്ടുള്ളത്. എതിർകക്ഷികൾ എന്ന നിലയിൽ CPIMന് നോട്ടീസ് ഇല്ല. പകരം ഈ സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും SHOയ്ക്കുമാണ് നോട്ടീസ്. അവരാണ് ആദ്യം മറുപടി നൽകേണ്ടത്. ആവശ്യമെങ്കിൽ ഈ എതിർകക്ഷിയായി CPMനെയും കൊണ്ടുവരാൻ കോടതി ഒരു പക്ഷേ തുനിഞ്ഞേക്കും. പക്ഷേ ഇന്നത്തെ കോടതിയുടെ ഈ പരാമർശങ്ങളിൽ, കോടതിയുടെ നടപടികളിൽ CPMനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിന്നീട് ഒരുപക്ഷെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. അതിപ്പോൾ തൽക്കാലം പോലീസിന്റെ ജോലി തന്നെയാണ്. പോലീസിനെയാണ് കോടതി ഇപ്പോൾ ഒരു വശത്ത് നിർത്തിയിരിക്കുന്നത്. ശരി, അപ്പോൾ അതേ രീതിയിൽ പൊതുവഴി തടഞ്ഞത് ആരാണ്, തടഞ്ഞത് എന്തിനാണ്, ആ രീതിയിൽ എന്തിന് അധികൃതർ കൂട്ടുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പോലീസിനൊക്കെ തന്നെ ഇപ്പോൾ നോട്ടീസ് നൽകിയത്. കൃത്യമായ വിശദീകരണം അത് നേരിട്ട് ഹാജരായി നൽകണം എന്ന് DGPക്ക് അടക്കം കോടതിക്ക് പറയേണ്ടി വന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.